മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആൾതാമസമില്ലാതെ വിജനമായ ഒരു പഴയ കെട്ടിടത്തിന്റെ ഇരുളടഞ്ഞ മുറിയിൽ അലീന ഭയന്ന് വിറച്ച് കഴിയുകയായിരുന്നു. തന്നെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ പുറത്തുനിന്ന് കതകിൽ ആഞ്ഞുമുട്ടുമ്പോൾ ഓരോ ശബ്ദവും അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അലീനയെ മുറിയിലേക്ക് തള്ളിവിട്ട ആ നിമിഷം തന്നെ അവൾ കാണിച്ച ബുദ്ധിയാണ് കതക് അകത്തുനിന്ന് ലോക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഗുണ്ടകൾക്ക് പെട്ടെന്ന് തന്നെ അകത്ത് കയറാനൊന്നും കഴിഞ്ഞില്ല. പുറത്തുനിന്ന് അവർ അസഭ്യവർഷം നടത്തുകയും കതക് തല്ലിപ്പൊളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എടി, നിനക്ക് ജീവൻ കൊതിയുണ്ടെങ്കിൽ മര്യാദക്ക് കതക് തുറന്നോ, ഇല്ലെങ്കിൽ ഇന്ന് നിന്റെ അന്ത്യമായിരിക്കും. അവരുടെ ആക്രോശങ്ങൾ ആ വലിയ റബ്ബർ തോട്ടത്തിൽ പ്രതിധ്വനിച്ചു. 25 ഏക്കറോളം വരുന്ന ആ തോട്ടത്തിൽ ആരെങ്കിലും തൻ്റെ നിലവിളി കേൾക്കുമെന്ന് അവൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു. എങ്കിലും ജനലിലൂടെ അവൾ സഹായത്തിനായി ഉറക്കെ നിലവിളിച്ചു. ആ വിജനതയിൽ ആരും തന്നെ അവളുടെ വിളി കേട്ടില്ല. കരഞ്ഞു തളർന്ന് അവൾ ആ ഒരു മുറിയിൽ അങ്ങ് തളർന്നിരുന്നു. ഈ സമയം കൊണ്ട് തന്നെ മനു ഗംഗേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അച്ഛനും കൊച്ചച്ഛനുമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ മനു ആകെ ക്രുദ്ധനാകുന്നു. മനുവിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ ഗംഗേട്ടൻ ഒട്ടും വൈകാതെ തന്നെ രാജീവനെ വിളിച്ചു. നിങ്ങൾ എന്തൊക്കെയാണോ ഈ കാണിച്ചു കൂട്ടുന്നത്? തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാനാണോ നിങ്ങളുടെ ഭാവം? ബാലചന്ദ്രനെങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്തൊന്നും നിങ്ങൾക്കറിയില്ല. സത്യാവസ്ഥ എല്ലാം തന്നെ അറിയുമ്പോൾ നിങ്ങൾ പശ്ചാത്താപിക്കേണ്ടി വരും. ഗംഗാധരന്റെ വാക്കുകളിൽ കനത്ത താക്കീതുണ്ടായിരുന്നു. എന്നാൽ തങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ടിൽ രാജീവൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഗംഗാധരൻ ദേഷ്യത്തോടു കൂടെ തന്നെ ഫോണ് കട്ട് ചെയ്തു. അവൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് തിരിച്ചു. ബാലചന്ദ്രൻ തൻ്റെ മകളെ തിരിഞ്ഞ് ഓട്ടോ സ്റ്റാൻഡിലും പരിസരങ്ങളിലും എല്ലാം തന്നെ പാഞ്ഞു നടക്കുകയായിരുന്നു. 7 മണിക്ക് ശേഷം അവളെ ആരും കണ്ടിട്ടില്ലെന്നറിഞ്ഞതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഉറപ്പായി അവളെ ആരോ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം. മനുവിനെ വിളിച്ചപ്പോൾ ഗംഗാട്ടൻ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട് എന്നും സത്യാവസ്ഥ ഉടനെ തന്നെ പുറത്തു വരുമെന്നും മനു അദ്ദേഹത്തിന് ഉറപ്പ് നൽകി. എൻ്റെ മോളെ തൊട്ടവൻ്റെ കൈ ഞാനങ്ങ് വെട്ടും, ബാലചന്ദ്രൻ ദേഷ്യത്തോടെ പറയാണ്. ബാലചന്ദ്രൻ ദൃഢനിശ്ചയത്തോടെ ബാലചന്ദ്രനും അങ്ങോട്ടേക്ക് തിരിച്ചു. ഹോട്ടൽ മുറിയിൽ രാജീവനും ശിവശങ്കരനും ഗൂഢാലോചനകൾ നടത്തിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗംഗാധര മേനോൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. ദേഷ്യത്തോടു കൂടി തന്നെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്തുവാടാ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഗംഗാധരൻ്റെ ചോദ്യം കേട്ട് മുന്നിൽ നിൽക്കുന്നവർക്കൊന്നും തന്നെ മറുപടിയില്ലായിരുന്നു. ആശുപത്രിയിൽ വൈജയെ നോക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ റൂം എടുത്തിട്ട് നിങ്ങൾ ഓരോന്നും ആസൂത്രണം ചെയ്യുകയാണെന്ന് അദ്ദേഹം അവരെ ശകാരിച്ചു. വൈജയന്തിയുടെ ചികിത്സയും ബില്ലും നോക്കാൻ ഗോവർദ്ധനനുണ്ട് എന്നും നിങ്ങൾ വെറുതെ ഇവിടെ ഇരിക്കരുതെന്നും അദ്ദേഹം തുറന്നടിച്ചു തന്നെ പറഞ്ഞു. ഈ തർക്കം ഇങ്ങനെ മുറുകുന്നതിൻ്റെ ഇടയിലേക്കാണ് പെട്ടെന്ന് ബാലചന്ദ്രനും മനുവും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഒരു ഇടിമിന്നൽ പോലെ അവരങ്ങോട്ടേക്ക് എത്തി. ശിവശങ്കരൻ ബാലചന്ദ്രനെ ആക്ഷേപിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചപ്പോൾ ഗംഗാധരൻ ഇടപെട്ടു. വർഷങ്ങളായി മൂടിവെച്ച ആ ഒരു വലിയ സത്യം അങ്ങ് വെളിപ്പെടുത്തി. ശിവ, രാജീവ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. അലീന ഒരിക്കലും ബാലചന്ദ്രൻ്റെ മകളല്ല, ബാലചന്ദ്രൻ്റെ രക്തമല്ല. ഇത് കേട്ടതോടുകൂടി തന്നെ അവരങ്ങ് ഞെട്ടിത്തരിച്ചു പോയി. അപ്പോൾ ബാലചന്ദ്രൻ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. അതെ, 23 വർഷങ്ങൾക്ക് മുൻപ് താൻ അവരുടെ വീട്ടിലെ വേലക്കാരനായിരുന്ന കാലത്ത് വൈജയന്തിയുമായിട്ട് പ്രണയത്തിലായിരുന്നുവെന്നും അതറിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ തന്നെ തല്ലി പുറത്താക്കിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിന്നീട് പണക്കാരനായി തിരിച്ചു വന്നപ്പോൾ ആ പണം കണ്ട് നിങ്ങൾ തന്നെ പെങ്ങളെ വിവാഹം കഴിച്ചു തന്നു. പക്ഷേ സത്യത്തിൽ വൈജയന്തി എന്നെ ചതിക്കുമായിരുന്നു. അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണ്. വൈജയന്തി പ്രസവിച്ച വൈജയന്തിയുടെ രക്തത്തിൽ പിറന്ന അവളുടെ സ്വന്തം മകൾ. അത് കേട്ടതോടുകൂടി തന്നെ ശിവേട്ടനും രാജീവനും ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. ആഗ്രയിൽ വെച്ച് വൈജയന്തിക്ക് ജനിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്ന് അച്ഛൻ നിങ്ങളോടെല്ലാവരോടും കള്ളം പറഞ്ഞതാണ്. വൈജയന്തിയുടെ മാനം കാക്കാൻ വേണ്ടി അച്ഛൻ അലീനയെ അനാഥാലയത്തിൽ ബ്രിജിത്ത മമ്മിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു. ഈ സത്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ രാജീവനും ശിവശങ്കരനും തങ്ങൾ ചെയ്ത ക്രൂരതയുടെ ആഴം ബോധ്യപ്പെട്ടു. തങ്ങളുടെ സ്വന്തം സഹോദരിയുടെ മകളാണ് തങ്ങൾ ഇത്രയും കാലം ദ്രോഹിച്ചത് എന്നറിഞ്ഞ് അവർ ആകെ തകർന്നു പോയിരുന്നു. ഗുണ്ടകളെ ഉടനെ തന്നെ വിളിക്കാൻ അവർ ശ്രമിച്ചുവെങ്കിലും അവരൊന്നും തന്നെ ഫോൺ എടുത്തില്ല. ആകെ പരിഭ്രാന്തിയിലായ എല്ലാവരും അലീനയെ പാർപ്പിച്ചിരിക്കുന്ന ആ ഒരു വിജയമായ സ്ഥലത്തേക്ക് കുതിച്ചു. അവരവിടെ എത്തിയപ്പോഴേക്കും ഗുണ്ടകളെല്ലാം കതക് തല്ലിപ്പൊളിച്ച് അലീനെ പുറത്തേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് തന്നെ മനുവിൻ്റെ ഹൃദയം തകർന്നു പോയി. മനുവും ബാലചന്ദ്രനും ആവേശത്തോടെ അവരുടെ അടുത്തേക്ക് പാഞ്ഞു. മനു ഗുണ്ടകളെല്ലാം നേരിട്ട് അലീനെ അവരുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ചു. അലീന ഓടി വന്ന് സങ്കടത്തോടു കൂടി തന്നെ മനുവിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ശേഷം അച്ഛ എന്ന് വിളിച്ച് ബാലചന്ദ്രൻ്റെ നെഞ്ചിലേക്ക് മുഖമങ്ങ് പൂഴ്ത്തിവെച്ചു. രാജീവനും ശിവശങ്കരനും അലീനയോട് കരഞ്ഞുകൊണ്ട് തന്നെ മാപ്പ് ചോദിക്കുന്നുണ്ട്. മോളെ, നീ ഈ അമ്മ
അമ്മാവന്മാരോട് ക്ഷമിക്കണം. നീ ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതിയാണെന്ന് കരുതിയിട്ടാ ഞങ്ങൾ നിന്നോട് ഇത്രയൊക്കെ ക്രൂരത ചെയ്തു കൂട്ടിയത്. ബാലചന്ദ്രൻ അപ്പോഴും അവരെ പുച്ഛിച്ചു തള്ളി. ഇവൾ എൻ്റെ മകളാണ്, എൻ്റെ സ്വന്തം മകൾ. ഇനി മേലാൽ ആരും ഇവളെ പഴയ പേരൊന്നും വിളിച്ച് ആക്ഷേപിക്കരുത്. ഗംഗേട്ടൻ വൈജയന്തിയുടെ നിസ്സഹായാവസ്ഥയും അച്ഛൻ്റെ കള്ളങ്ങളും അലീനയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. തൻ്റെ ജീവിതം ചതിയിൽ കെട്ടിപ്പടുത്തതാണെന്നും അലീന എന്ന നിഷ്കളങ്ക പെണ്ണിൻ്റെ ജീവിതത്തിന് വേണ്ടി എല്ലാം ക്ഷമിക്കാൻ ബാലചന്ദ്രൻ തയ്യാറായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന വൈജയന്തിയെ കാണാൻ തന്നെ എല്ലാവരും തീരുമാനിച്ചു. ആശുപത്രിയിലെ ആ തീവ്രപരിചരണ വിഭാഗത്തിന്റെ മുന്നിൽ ബാലചന്ദ്രൻ തളർന്നിരുന്നു. അലീന ദൂരെ മാറി നിന്ന് ആ ഒരു ചില്ലുവാതിലിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ ഓക്സിജൻ മാസ്കിനുള്ളിൽ ശ്വസിക്കാൻ പോലും പാടുപെടുന്ന വൈജയന്തിയെ അവൾ കണ്ടു. ഈ സമയത്തിന് ഗംഗാധരനും മനുവും രാജീവനും ശിവേട്ടനും എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. രാജീവനും ശിവനും തങ്ങൾ ചെയ്ത ക്രൂരതയോർത്തുകൊണ്ട് തന്നെ അലീനയുടെ മുഖത്ത് പോലും നോക്കാൻ പോലുമില്ലാതെ വിറങ്ങലിച്ചു നിന്നു. പെട്ടെന്നാണ് ഡോക്ടർ പുറത്തേക്ക് വന്നത്. വൈജയന്തിയുടെ ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്നും പക്ഷേ അവരിപ്പോൾ പരിഭ്രാന്തിയിലാണെന്നും ബാലചന്ദ്രൻ സാറിനെ കാണണമെന്നും നിർബന്ധം പിടിക്കുന്നു എന്ന് പറയും. ബാലചന്ദ്രൻ പതുക്കെ എഴുന്നേറ്റു. അലീനയുടെ കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, വാ മോളെ, ഇത്രയും കാലം നമ്മൾ മൂടിവെച്ചിരിക്കുന്ന ഈ കത്തുന്ന സത്യം ഇന്ന് തന്നെ അവൾ അറിയണം. ഒന്നുകിൽ അവൾ അത് നീറി തീരും, ഒന്നുകിൽ ഈ ഒരു സത്യം അറിയുന്നതോടുകൂടി തന്നെ അവൾ ഇതിലങ്ങ് നീറി തീരും, അല്ലെങ്കിൽ ഈ മകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അവൾ ഒരു പുതിയ ജീവിതം തുടങ്ങും. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഐസിൻ്റെ അകത്തേക്ക് പോയി. ബാലചന്ദ്രനെ കണ്ടതോടുകൂടി തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വിറക്കുന്ന സ്വരത്തിൽ തന്നെ അവൾ പറഞ്ഞു, ബാലേട്ടാ, എന്നോട് ക്ഷമിക്ക്. സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന വൈജയന്തി അന്ന് ആദ്യമായിട്ടാണ് ബാലചന്ദ്രനോട് സംസാരിച്ചത്. അലീനയാണെങ്കിൽ ബാലചന്ദ്രനോടൊപ്പം തന്നെ വൈജയന്തിയുടെ തൊട്ടടുത്തേക്ക് വരാൻ മടിച്ചു. അവിടെ മറഞ്ഞു നിൽക്കുമായിരുന്നു. വൈജയന്തി പറഞ്ഞത്, ബാലേട്ടാ, എന്നോട് ക്ഷമിക്കണം. ആ നശിച്ചവളിലെ ആ അലീന, അവൾ കാരണമാണ് നമ്മുടെ കുടുംബം തകർന്നത്. അവൾക്ക് വാക്കുകൾ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ബാലചന്ദ്രൻ അവളുടെ കൈകൾ അങ്ങ് ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വരം കടുപ്പമുള്ളതായിരുന്നു. വൈജയന്തി, നീ ആരെയാണ് നശിച്ചവളെന്നും പിഴച്ചവളെന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ആക്ഷേപിക്കുന്നത്? അവളിതാ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അലീന പതുക്കെ മുന്നോട്ട് വന്നു. വൈജയന്തിയുടെ കണ്ണുകളിൽ വെറുപ്പും അത്ഭുതവും മിന്നി മറഞ്ഞു. ബാലേട്ടാ, ഇവളെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇവൾ ഇവിടെ നിന്നും ഇറക്കിവിട്. വൈജയന്തി അലറിക്കൊണ്ട് പറഞ്ഞു. ബാലചന്ദ്രൻ ശാന്തമായി പറഞ്ഞു, വൈജയ്, നീ ഒന്ന് ക്ഷമിക്ക്. 23 വർഷം മുൻപ് ആഗ്രയിൽ ആശുപത്രിയിൽ വെച്ച് നീ പ്രസവിച്ച, നിന്റെ മരിച്ചുപോയി എന്ന് നീ വിശ്വസിക്കുന്ന നിന്റെ സ്വന്തം മകളാണിത്. നീ പ്രസവിച്ച നിന്റെ മകൾ. അച്ഛൻ നിന്നോട് കള്ളം പറഞ്ഞതാണ്. ആ കുഞ്ഞൊരിക്കലും മരിച്ചിട്ടില്ല. നിന്റെ മാനം കാക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ ആ കുഞ്ഞിനെ അടുത്ത അനാഥാലയത്തിലേക്ക് ഉപേക്ഷിച്ചതായിരുന്നു. വൈജയ്, ഇനി നീ ഇവളെ വെറുക്കരുത്. നീ ഇവളെ അംഗീകരിച്ചേ പറ്റൂ. ഇതാ നിന്റെ രക്തം, നിന്റെ സ്വന്തം മകൾ. ബാലചന്ദ്രൻ്റെ ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് വൈജയന്തിയുടെ ഉള്ളിൽ പതിച്ചത്. അവൾ അലീനയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അലീനയുടെ കണ്ണുകളിൽ നിന്ന് അണ പൊട്ടിയൊഴുകുന്ന കണ്ണുനീരും അവളുടെ മുഖത്തെ ആ ഒരു നിഷ്കളങ്കതയും കണ്ടപ്പോൾ വൈജയന്തിയുടെ ഉള്ളിലെ അമ്മ ഉണർന്നു. പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. തൻ്റെ അച്ഛൻ്റെ അന്നത്തെ വെപ്രാളവും കുഞ്ഞിനെ താൻ കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കാണിച്ച ധൃതിയും എല്ലാം തന്നെ അവൾ അന്നേരം ഓർത്തെടുത്തു. എൻ്റെ മോളോ? വൈജയന്തി ആകാംക്ഷയോട് ചോദിച്ചു. വൈജയന്തിയുടെ ശബ്ദം നേർത്തുപോയി. അലീന പതുക്കെ വൈജയന്തിയുടെ കൈകളിൽ തൊട്ടു. അമ്മയെന്ന ആ ഒരു വിളി ഐസിയുടെ 4 ചുവരുകൾക്കുള്ളിൽ പ്രതിധ്വനിച്ചു. വൈജയന്തിയുടെ ഉള്ളിലെ സർവ്വ അഹങ്കാരവും വെറുപ്പും ആ ഒരു ഒറ്റ വിളിയിൽ അങ്ങ് അലിഞ്ഞുപോയി. അവൾ അലീനയെ അങ്ങ് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. 23 വർഷത്തെ വിങ്ങലുകൾ ആ കണ്ണീരിലൂടെ പുറത്തു വന്നു. പുറത്തുനിന്ന രാജീവനും ശിവേട്ടനും ആ കാഴ്ച കണ്ട് വിതുമ്പിപ്പോയി. ബാലചന്ദ്രൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഭാരം ഇറക്കി വെച്ച ആശ്വാസമായിരുന്നു. വൈജയന്തി അലീനയെ നോക്കി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, എന്നെ കൊല്ലു മോളെ, എന്നെ കൊല്ല്. നിന്നെ ഞാൻ എത്രമാത്രം ദ്രോഹിച്ചു. സ്വന്തം മകളാണെന്ന് പോലും അറിയാതെ നിന്നെ ഞാൻ തെരുവിലേക്ക് ഇറക്കിവിടാൻ നോക്കിയ ഈ പാപിക്ക് നീ എനിക്ക് മാപ്പ് തരണ്ട. അലീന അമ്മയുടെ നെറ്റിലങ്ങ് ഉമ്മ വെച്ച് പറഞ്ഞു, സാരമില്ലമ്മേ, നമുക്കിനി ഒരുമിച്ച് ജീവിക്കാം. അമ്മക്കറിയാത്തത് കൊണ്ടല്ലേ. ബാലചന്ദ്രൻ പതുക്കെ വൈജയന്തിയുടെ അടുത്തെത്തി പറഞ്ഞു, വൈജയ്, അലീന ഇനി നമ്മുടെ 4ാമത്തെ മകളായി, അല്ല നമ്മുടെ മൂത്ത മകളായി എന്നും നമ്മുടെ വീട്ടിലുണ്ടാവും. പഴയതെല്ലാം തന്നെ നമ്മൾ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നു. ഇനി പുതിയ തുടക്കം. വൈജയന്തി ബാലചന്ദ്രന്റെ കൈകൾ പിടിച്ചു ചുംബിച്ചു. രാജീവനും ശിവനും ഉള്ളിൽ കയറി അലീനയോടും ബാലചന്ദ്രനോടും വീണ്ടും മാപ്പ് ചോദിക്കുന്നു. വൈജയന്തിയുടെ മുന്നിൽ വെച്ച് ആശുപത്രിയിലെ ആ ഒരു മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ മനു അലീനയെ നോക്കി പുഞ്ചിരിച്ചു. താൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ആ ഒരു കുടുംബം ഒന്നായിരിക്കുന്നു. അലീനയുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമായിരുന്നില്ല. പകരം സ്നേഹനിധിയായ ഒരു അച്ഛൻ്റെയും തിരിച്ചു കിട്ടിയ അമ്മയുടെയും കരുതലുണ്ടായിരുന്നു.
അങ്ങനെ വളരെയധികം സന്തോഷം നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.